ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെപ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇതൊരു ചെറിയ വില്ലേജ് ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവരുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്. ആളുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായത്. ആളുടെ ഫ്രണ്ട്സ് ആണ്. അമ്മിഗോ ഓക്കെ ഇത് ആളുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടുത്തെ വില്ലേജ്, ഇവിടുത്തെ സ്ഥലങ്ങളും മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എൻ്റെ ബാഗ് ഞാൻ അവരുടെ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ബാഗെല്ലാം ബാഗ് വെച്ചെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മോർണിംഗ് ഒരു 8 o'clock ആണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു 15 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. ഈ ഒരു വലിയ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ കയ്യിൽ കട്ടിയുള്ള ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ ഇട്ടേക്കുന്ന ഹുഡി അതൊക്കെയാണ്. അങ്ങനത്തെ കട്ടിയുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഭയങ്കര സമ്മറിന് പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ US അവിടെയും ഇവിടെയൊക്കെ വെച്ചു. കാരണം എല്ലാം വെയിറ്റ് താങ്ങി നടക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മൊത്തം സമ്മറാണ്. ഇങ്ങനെയുള്ള ചില സ്ഥലത്ത് മാത്രമാണ് തണുപ്പുണ്ടാവുള്ളൂ. സോ ഒരു ജാക്കറ്റ് മാത്രം ഞാൻ എടുത്തു. ഇവിടെ ഞാൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് നോക്കിയതാണ്. ആൾട്ടിറ്റ്യൂഡ് നോക്കിയ സമയത്ത് 2200 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് വരുന്നുണ്ട് കേട്ടോ. അത്രയും എന്താ പറയുക, ഹൈറ്റിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തണുത്ത ക്ലൈമറ്റും എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് കിതയ്ക്കുന്നത്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ നടക്കുകയും ഓടുകയൊക്കെ ചെയ്താൽ നമുക്ക് ഭയങ്കര കിതപ്പ് ഫീൽ ചെയ്യും. ഈ കാണുന്നത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ലിവിങ്സ്റ്റണിൽ കണ്ടതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അവരുടെ നടുവിലൊരു ബെൽറ്റ് പോലെയൊക്കെ അവർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഇതിന് അവർ എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ടായി. പേരെന്താന്ന് ഓർമ്മയില്ല. ഓയ്, ഇതെൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഡ്രസ്, cultural dress. This one. Cortes, huipil, caite, faja. Ese es el traje típico. Ajá, esa es la indumentaria que se utiliza, al menos en estas regiones, que sirve mucho para lo que es el frío y todo eso, que abriga muy bien. തണുപ്പുള്ളപ്പോൾ ഇടുന്ന ടൈപ്പ് എന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കി. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം ഫ്രീയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് ആ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തതായിരിക്കും. കാരണം ലിവിങ്സ്റ്റണിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെ ചൂടായതുകൊണ്ട് അവിടെ അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ്. അവിടെ ശരിക്കും നെറ്റ് പോലെ ഇരിക്കുന്നതാണ്. ഇവിടെ നെറ്റ് പോലെയല്ല, ഭയങ്കര കവർ ചെയ്ത് ഫുൾ കൈ ആണ്. പിന്നെ ഒരു എക്സ്ട്രാ കോട്ടിങ് ഉണ്ട്. നമ്മളിപ്പോൾ നടന്നൊരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ പോകുന്നത്. കയറ്റം കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി, മലയുടെ മുകളിൽ എവിടുന്നോ അവർ വിറക് വെട്ടിയിട്ട് കൊണ്ടുവരുവാണ് കേട്ടോ. വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നാണ് ഈ കാണുന്നത്. കണ്ടോ, അതിനൊരു വണ്ടി തന്നെ ഉണ്ട്. ആ വണ്ടിയിലാണ് അവർ ഉന്തി കൊണ്ടുപോകുന്നത്. താഴത്തേക്ക് ഇറക്കുവാണ് കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ ശരിക്കും കംപ്ലീറ്റ് ഒരു ഓഫ് റോഡ് ആയിട്ടുണ്ട്. സോ മുകളിലേക്ക് നമ്മൾ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ മൊത്തം പൈൻ ട്രീസാണ് കാണുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെത്തും. അപ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് കാണുമായിരിക്കും. ഇവിടെ സ്കൈ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ബ്ലൂ സ്കൈ. അതിലിടയ്ക്ക് ഓരോ രൂപങ്ങൾ കാണുന്ന പോലെ ഉണ്ട് ആ വൈറ്റ് ഇതിൽ കാണാനും. ക്ഷീണിച്ചേട്ടോ കയറി വന്നപ്പോഴേക്കും. ആൾട്ടിറ്റ്യൂഡ് കൂടിയിട്ടുണ്ടാവും ഇവിടെ എത്തിയപ്പോൾ. കാരണം താഴേന്ന് കുറേ മുകളിലേക്ക് വന്ന്. ഇവിടെ ആൾക്കാർ ഓടാനാണ് വരുന്നത്. വർക്കൗട്ട് ചെയ്യാനും ഓടാനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. നമ്മളെ നാട്ടിലെ മൗണ്ടെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം കള്ളിമുൾച്ചെടി കാണുമ്പോൾ പേടിയാവുക. അതിൻ്റെ ആ മഞ്ഞ സാധനം കാണുമ്പോൾ അതാണല്ലോ എൻ്റെ കയ്യിൽ പറ്റി പിടിച്ചന്ന്. അത് ഓർക്കുമ്പോൾ പേടിയാവുന്നു. മലയുടെ മുകളിൽ വന്നിട്ട് ഇവിടെ ആൾക്കാർ വീടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ വീട് സിറ്റിയിലുണ്ടാവും. അവർ വീക്കെൻഡ് ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യും. ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ, അടിപൊളി കേട്ടോ. ഇങ്ങനെ ഒരു വീട് വേണം. സിറ്റിയിലൊരു വീട് വേണം, കാട്ടിലൊരു വീട് വേണം. കാട്ടിലെ വീടിനാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇഷ്ടംപോലെ സ്ഥലമാണ്. അത് മൊത്തം അവരുടെ സ്ഥലമായിരിക്കും. നമുക്ക് ഒരു വലിയ വീടും അവിടെ സൈക്കിളും സോളാറും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനൊരു സ്ഥലം നോക്കി. ചുറ്റും കാടും ഇങ്ങനത്തെ മലയും നല്ല തണുപ്പും. അതിനിടയിൽ വീടുണ്ടെങ്കിൽ നൈസായിട്ടുണ്ടാവും. നമ്മൾ കുറേ നേരമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. ഫുള്ളിങ്ങനെ കാടാണ്, കണ്ടില്ലേ. ചുറ്റും കാട്ടിനുള്ളിലൂടെ നടന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് ഓൾറെഡി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്രെഡും പിന്നെ കുറച്ച് ഇതൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുറേ നടന്ന് ഹംഗ്രി
എനിക്കും അതെല്ലാവർക്കും വിശന്നു. കുറേ ദൂരം നടന്നപ്പോൾ വിശന്ന് വയ്യാണ്ടായി. ഇവിടെ ആൾക്കാർ കണ്ടോ ഓടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓടാനുള്ളൊരു ട്രെയിൽ പോലെയാണ്. പിന്നെ സൈക്കിൾ ചെയ്യാം, ഓഫ് റോഡ് സൈക്ലിംഗ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. സോ എന്താ പറയുക, നല്ല വർക്കൗട്ടായിരിക്കും. കണ്ടോ ഇവിടെ അതേ ഒരാൾ നടക്കുന്നുണ്ട്. ബ്രെഡ് ഉണ്ട്, പിന്നെ ഹാം ഉണ്ട്, പിന്നെ ചീസ് ഉണ്ട്, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ളത് കേട്ടോ. ഫുഡപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചീസും പിന്നെ ഹാമും പിന്നെ ലെക്ടസും കൂടെ ആഡ് ചെയ്തിട്ട് കണ്ടോ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് പോർക്കിൻ്റെ ഹാമാണ്. അങ്ങ് ദൂരെ ഒരു വഴി കണ്ടോ, ആ വഴിയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കണ്ടോ അതൊക്കെ കറങ്ങിയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ ഇതുവഴി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെപ്പോൾ ചോദിച്ചാലും പറയും 15 മിനിറ്റ് എന്ന്. 15 മിനിറ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടോ. പക്ഷെ അടിപൊളിയാണ് കണ്ടോ, ഇങ്ങനെ നല്ല തണലാ. പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇനിയും ചെറുതായിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ദേ ഇതുവഴിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറിയിട്ട് വേണം പോകാനായിട്ട്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് പാറയും പാറക്കെട്ടുകളും. ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചു. ഒരു രണ്ട് മണിക്കൂർ കൂടുതലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ടോപ്പ് എത്താനായിട്ടുണ്ട്. ഇതിലൂടെ കയറിയാൽ ടോപ്പ് എത്തും. ഇപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എത്ര ദൂരെ നോക്കിയേ, അങ്ങ് ദൂരേന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ ഇത്രയും ദൂരം വന്നു. ഇനി കുറച്ചും കൂടെ കയറാനുണ്ട്. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ വ്യൂ പോയിൻ്റ്. അടിപൊളിയാണ്. ആ ഒരു വില്ലേജ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ഞാനിത് സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. കണ്ടോ ഉറുമ്പ് പോലെയാണ് ബിൽഡിങ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടോ എത്ര ദൂരെ നോക്കിയേ, അത് കാണുന്ന പോലുമില്ല. കുത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഫോറസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടോ ഈ ഫോറസ്റ്റിൻ്റെ നടുവിലുണ്ടോ എന്തൊക്കെയോ ബിൽഡിങ്സ് വന്നു, അത് വെട്ടി നശിപ്പിച്ചു. പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ട്. ഈ സൈഡിൽ എന്തോ കൃഷി കാണാൻ പറ്റുന്നുണ്ട്, അതെല്ലാം വെട്ടി നശിപ്പിച്ച് കൃഷിയായി. പിന്നെ അവിടെ അതെ അങ്ങ് ഏറ്റവും മലേൻ്റെ മുകളിൽ കണ്ടോ, ആ മുകളിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവിടെയും ഈ മണ്ണൊക്കെ എടുത്തിട്ട് വീണ്ടും എന്തൊക്കെയോ പണിയുന്നുണ്ട്. ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല സൈഡിലും കാടും മലയും നശിപ്പിച്ചിട്ട് പുതിയ വീടും പുതിയ ബിൽഡിങ്ങും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1-2 എണ്ണമൊക്കെ ഓക്കെ, പക്ഷെ ഒരുപാടെണ്ണം വെട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെടും. ആ ഒരു മൗണ്ടൈനാണ്, ഒരു മലയാണ് ഇല്ലാണ്ടാവുന്നത് കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ കുറേ മുന്നേ 8:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത്രയും സമയം എടുത്തു താഴേന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഉണ്ടാവുമെന്ന്. അങ്ങ് അവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയത്. നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. എന്നിട്ടും ഇതിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ടേ. തിരിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴിയാണ് പോകുന്നത്. ഷോർട്ട് കട്ടാണെങ്കിലും കുറച്ച് ഇങ്ങനത്തെ ടൈപ്പ് വഴിയാണ് കണ്ടാ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അത് കണ്ടില്ല. 2-3 വഴി കണ്ട്. ആ വഴിയുണ്ട്, ഈ വഴിയുണ്ട്. വന്ന വഴി ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. ഞാൻ വന്ന വഴി നോക്കിയേ കണ്ടാ, ഇത് വഴി കൂടെയാണ് ഇങ്ങോട്ട് വന്നത് കണ്ടാ. ഇവിടെ എത്തിയപ്പോൾ ആണൊന്ന് ഓക്കെ ആയത്. ഇവിടെ എത്തിയപ്പോൾ പിന്നെയും കുറച്ച് ഓക്കെ ആയി. ഇത്ര നേരം നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഇറങ്ങാനായിട്ട്. സ്ലിപ്പറി ആയിരുന്നു, ഇങ്ങനെ സ്ലിപ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇതേ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന വഴി കണ്ടില്ലേ, ആ കാട്ടിനുള്ളിൽ കൂടെ അതുവഴിയാണ് മുകളിലേക്ക് കയറിപ്പോയത് കേട്ടോ. കാണാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ അറ്റം കണ്ടോ, അങ്ങ് ദൂരം അവിടെയാണ്. അത് അത്ര കാണുന്നുമില്ല, അത്രയും ഹൈറ്റിൽ നമ്മൾ കയറിപ്പോയി. ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇറങ്ങി, പക്ഷെ കാലിനൊക്കെ ഒരു പിടുത്തം വന്നു. കാരണം നല്ല ടാസ്ക്കായിരുന്നു തിരിച്ചിറങ്ങാൻ. പക്ഷെ അടിപൊളി അഡ്വഞ്ചറായിരുന്നു. അതുവഴി അങ്ങോട്ട് മുമ്പ് ഇതുവഴിയത്തെ റോഡിലാണ് പോയത്. അങ്ങനത്തെ വഴി കൂടെ പോയിരുന്നത് കൂടുതൽ അഡ്വഞ്ചറായതിനെ. ഇതുണ്ടോ അവർ പാറേൻ്റെ മുകളിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് വിറകാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ അവരിതേ ഇത്രയും വെയിറ്റും വിറകും പുറകിലിട്ടിട്ട് ചുമന്നാണ് നടക്കുന്നത്. ക്ഷീണിച്ചിട്ടാണ് ആളവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെയും വണ്ടി ഉണ്ടാവില്ല. ഓക്കെ ഗ്രാസിയാസ്. ഇതും അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. നമ്മളെ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് അവരുടെ.
ഓക്കെ, നമ്മളെ നാട്ടിലൊക്കെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലേ, അതുപോലത്തെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത്. പക്ഷെ ഇവിടെ ചിക്കൻ ബസ്സാണ്, ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് ആ പേര് കേൾക്കാൻ തന്നെ, ചിക്കൻ ബസ്. അടിപൊളി. ഇവരുടെ ആ ഡ്രസ്സ് കാണാൻ നല്ല രസമാണ് കേട്ടോ, ഫുൾ കളർഫുൾ ആയിട്ട്. അത് ഇടുന്ന എല്ലാവരെയും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എന്താണ് ഈ മായൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ പല കമ്മ്യൂണിറ്റികളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. സോ കച്ചേക്കോയ് വാട്ട് Cachiquel. കച്ചിക്കൽ. Ah, ഓക്കെ, കച്ചിക്കൽ. ¿qué es cachiquel? യാ, കച്ചിക്കൽ. Pues cachiquel es como nuestra cultura, ¿no? De ahí se derivan como los trajes típicos, tanto de las mujeres como también nosotros. Ajá. ഓക്കെ, അതിനെപ്പറ്റിയാണ് പറയുന്നത് അവൻ. അപ്പോൾ കച്ചിക്കേൽ എന്ന് പറയുന്ന ഒരു മായൻ കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു തെക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലെ എല്ലാ ആൾക്കാരും. അപ്പോൾ ഈ മായന്മാരുടെ ടെമ്പിളും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ചിക്കൻ ബസ് കയറിയിട്ട് വേണം ഇപ്പോൾ പോകാനായിട്ട്. അത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനായിട്ടുണ്ട്. എന്താ പറയുക, മായന്മാരുടെ ടെമ്പിളാണെങ്കിലും അതിൻ്റെ കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഞാനത് കാണിച്ചു തന്നിട്ടെല്ലാം പറഞ്ഞുതരാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 50 വരുന്നത്, ഫോറിനർക്ക് ലോക്കൽ ആളുകൾക്ക് 5 വരുന്നുള്ളൂ. നല്ല മാറ്റമായിട്ടോ, 5ഉം 50ഉം. പാവം എനിക്ക് മാത്രം അധികം പൈസ കൊടുക്കണം, ഇവർക്കൊന്നും അധികം പൈസ കൊടുക്കണ്ട. അപ്പോൾ ഇതുവഴി നമ്മൾ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോകണം. ഞാൻ കുറേ ദിവസമായി ഏതെങ്കിലും ഒരു മായൻ ടെമ്പിൾ, അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും പോകണം. ഞാൻ ബെലീസിലും പിന്നെ മെക്സിക്കോയിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ പോകണം. നമ്മളിത് ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റൂയിൻസ് ആണ് ഉള്ളത്, തകർന്നു പോയ കുറേ സംഭവങ്ങൾ ഒക്കെയാണ് ഉള്ളത്. അങ്ങ് ആദ്യം ഏറ്റവും അറ്റത്തേക്ക് നടക്കാം, അവിടുന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരാം. ഇപ്പോൾ ഇത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ പണ്ടൊരു 40 വർഷം മുന്നേ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ഒരു സെൻട്രൽ മാർക്കറ്റായിട്ട്, അതായത് സാധനങ്ങൾ വിൽക്കാനുള്ളൊരു മാർക്കറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് ഈവൻ ഗൂഗിളിലും ഇൻ്റർനെറ്റിലും സെർച്ച് ചെയ്താൽ പോലും കിട്ടൂല. ഇവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ലോക്കൽ ഇൻഫോർമേഷൻ കുറേയൊക്കെ ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴും ഗൂഗിളിൽ കണ്ടില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഇത് അങ്ങനെ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റൊക്കെ ആക്കി മാറ്റിയപ്പോൾ അവർ ഇപ്പോൾ ആ മാർക്കറ്റ് ഇവിടെ ഇല്ല. ആ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രലായിട്ട് നമ്മളെ സാധാ ഞാൻ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അല്ലെങ്കിൽ പണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇഷിംചെ എന്നാണ് കേട്ടോ, ഇഷിംചെ, തെപ്കാനിലുള്ള ഇഷിംചെ. പിന്നെ ഗ്വാട്ടേമാല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗ്വാട്ടേമാല അങ്ങനെയാണ് ശരിക്കും പ്രൊണൗൺസിയേഷൻ. പക്ഷെ ഇവർ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഗോത്തമാല അങ്ങനെയാണ് എനിക്ക് കേട്ടോണ്ടിരുന്നത്. കുറേ പേര് ഗോട്ടിമല എന്ന് പറയുന്നുണ്ട്, ഗോട്ടിമല എന്നൊരിക്കലും പറയൂല, ഗ്വാട്ടേമാല. 1470 ഇത് ആരംഭിച്ചതും നിർമ്മിച്ചതും എല്ലാം കേട്ടോ. 1524 പെഡ്രോ ഡെ അൽവാറാഡോ കച്ചേക്കേൽ എന്ന് പറഞ്ഞൊരു ആൾക്കാർ, സ്പെയിനിൽ നിന്ന് ആൾക്കാർ മായന്മാരുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചു. ഈ മായം എന്ന് പറയുന്ന ട്രൈബിൽ തന്നെ വേറെ കുറേ ട്രൈബ് ആൾക്കാർ, കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ടാവും പല പല പേരിൽ. അപ്പോൾ ഇത് കാച്ച്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വേറെ മായൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിട്ട് ഫൈറ്റ് ഉണ്ടായ സമയത്ത് സ്പാനിഷുകാരെ ഇവർ സഹായിച്ചു. പിന്നീട് സ്പാനിഷുകാർ ഈ കമ്മ്യൂണിറ്റി, അതായത് മായൻ കമ്മ്യൂണിറ്റിയിലെ കാച്ചക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ടുള്ള അവരായിട്ട് എതിർത്തു. എന്നിട്ട് അവരെ എന്താ പറയുക, പീഡിപ്പിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ ഈ സ്പാനിഷുകാർ ഈ മായൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ. പിന്നെ ഗ്വാട്ടമാലയുടെ ആദ്യത്തെ തലസ്ഥാനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇഷിംചെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്വാട്ടമാല സിറ്റിയാണ് ക്യാപിറ്റൽ സിറ്റി. ഇവിടെ നമ്മളെ നാട്ടിൽ നമ്മൾ ടെമ്പിളും പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ മായൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനും ഒക്കെ വരും. അപ്പോൾ അവരിവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്ന കല്ലൊക്കെ കണ്ടോ, കല്ലിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നതാണ് കാണുന്നത്. പിന്നെ വേറെന്തോ വെച്ചിട്ടുണ്ടല്ലോ, മെഴുകുതിരി തന്നെയാണോ അത്?
അതും വേറെ എന്തോ കളറായിട്ടുള്ള മെഴുകുതിരിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് മെഴുകുതിരി കത്തിച്ച് വെച്ചാണ് അത് കരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവരുടെ എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ പരിപാടികളോ കല്യാണം പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സെലിബ്രേഷൻസൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ നടത്താറുണ്ട്. അത് ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് മാത്രമാണ് അതിനുള്ള എന്താ പറയുക ഇതുണ്ടാവുള്ളൂ. പുറത്തത്തെ ഒരാൾക്ക് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ഇവിടെ വന്നിട്ട് അതങ്ങനെ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ ഈ ഷിംചയാണ് ആദ്യത്തെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗോട്ടമാല. ഓക്കെ, ഇത് കിലോമീറ്റർ കണക്കിനുണ്ട് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇന്ന് അവിടെ കുറേ ട്രക്കിങ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല ടയർഡായി. സോ ഇവിടെ ഇരിക്കുകയാണ്. എനിക്കറിയില്ല ഞാൻ പറഞ്ഞ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ട്രാൻസ്ലേറ്റിൽ പറഞ്ഞു തന്നതാണ്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിന്നില്ല. ഞാൻ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ അങ്ങനെ പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ സ്റ്റഡിയൊന്നും നടത്തിയിട്ടില്ല. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? പണ്ട് മായൻ കൾച്ചറിൽ ഫുട്ബോൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുണ്ടല്ലോ, മുട്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. കാലിൻ്റെ ഫീറ്റ് വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല. മുട്ട് വെച്ചിട്ടും ഷോൾഡർ വെച്ചിട്ടും തട്ടിയാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഫുള്ള് ഫോറസ്റ്റും ഗ്രീനറി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തണുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട് അപ്പോകലിപ്റ്റോ മൂവിയിൽ കാണിക്കുന്ന മായൻ കൾച്ചറിനെ പറ്റി. പക്ഷെ ആ മായൻ കൾച്ചർ മെക്സിക്കോയിലുള്ള സംഭവമാണ്. അത് ഗോട്ടമലയിലുള്ള ഇതല്ല കാണിക്കുന്നത്, അത് അവിടത്തെയാണ്. പിന്നെ ആ അപ്പോകലിപ്റ്റോ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോട്ടമലയിൽ കുറേ ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇവിടുന്ന് വീണ്ടും കുറേ ദൂരെയാണ്. അതെല്ലാം പൊട്ടി പോയിട്ടിപ്പോൾ അവിടെ എല്ലാം മരമാണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടോ, ഇതെല്ലാം മരം വളർന്നിട്ടാണുള്ളത് ആ ഏരിയയിലും ഈ ഏരിയയിലെല്ലാം. ഇവരെൻ്റെ അടുത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകളല്ല വരുന്നത്, കൂടുതൽ കപ്പിൾസാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇതിലൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഓരോ M ലവ് R JK ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് FAE എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ കപ്പിൾസ് എല്ലാം ഈ ഓരോ കോർണറിൽ വന്നിരുന്ന് സംസാരിക്കും. അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രോമിസിങ് പോലെ ഇവിടെ എഴുതി വെക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ എത്ര നേരമായിന്ന് അറിയോ നടന്നത് തീരുന്നില്ല. അത്രയും വലുതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, പകുതി പൊളിഞ്ഞു കിടക്കുന്ന അതിൻ്റെ ഒരു റൂയിൻസാണ്. പക്ഷെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവർ അത് പ്രിസർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിസ്റ്ററിയൊക്കെ കൂടുതൽ അറിയാനും കാണാനും ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്, ഫൈൻ. ഞാൻ എന്തായാലും ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ ഒരു മായൻ ടെമ്പിൾ അങ്ങനെ വേണേൽ പറയാം. വേറെ എവിടെയും പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ മാത്രമാണ് ഞാൻ വന്നത്. അതും ഇവർ ഇങ്ങോട്ടാന്ന് ആദ്യം പറഞ്ഞില്ല, എവിടെയോ പോവാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ വെറുതെ ഞാൻ 50 ഇത് കൊടുക്കേണ്ടി വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ എന്താ പറയുക കൊടുക്കേണ്ടി വരില്ലായിരുന്നു, ജസ്റ്റ് ഒരു 5 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി ട്രാൻസ്ലേറ്റ് വെച്ച് അവരോട് സംസാരിച്ച് എത്ര രൂപയാണ് എൻട്രി ഫീ എന്നൊക്കെ ചോദിച്ചു. നടന്ന് ടയേർഡായിട്ട് ഇതേ മരത്തിൻ്റെ താഴെ കിടക്കുവാണ് കേട്ടോ. പക്ഷെ പട്ടുമെത്ത വിരിച്ച പോലെ പച്ചപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കാം. എനിക്കും ഇങ്ങനെ കിടന്നുറങ്ങണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തു, അവരെല്ലാവരും റെസ്റ്റ് എടുത്തു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ മരത്തിനടിയിലാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടക്കാം. Let's go. ഈ കാണുന്നതാണ് അവരുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാല് വെച്ച് കളിക്കാതെ ഷോൾഡർ വെച്ചും കാൽമുട്ട് വെച്ചും കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. പണ്ടത്തെ കാലത്ത് ഇവരുടെ പൂർവികരുടെ കാച്ചേക്കൽ എന്ന് പറയുന്ന മായൻ ട്രൈബിൽ എന്താ പറയുക, അവർ ഈ ട്രൈബിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ പൂർവികർ പണ്ടത്തെ ആൾക്കാർ അവരാണ് ഇവിടെ പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും എന്താ പറയുക ഒരു സ്മരണ കേന്ദ്രം അങ്ങനെ വല്ലതും പറയാം. അതാണിത് കറക്റ്റ്. ഈ ഒരു സ്പേസിലാണ് പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരെന്തുകൊണ്ട് കാലുകൊണ്ട് കളിച്ചില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഷോൾഡർ വെച്ചും കാലിൻ്റെ മുട്ട് വെച്ചൊക്കെ ഫുട്ബോൾ കളിച്ചെന്തായിരിക്കുമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ഇടണേ. കാല് മാത്രമല്ല കേട്ടോ, കൈ വെച്ചും അവർ കളിക്കില്ല. അപ്പോൾ അത് എനിക്ക് ഇവനിവിടെ എഴുതി കാണിച്ചു തന്നാ കേട്ടോ. നോക്ക്, ഇവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഷോൾഡർ വെച്ചിട്ടും ഹെഡ് വെച്ചിട്ടും കാൽമുട്ട് വെച്ചിട്ടും ഒക്കെയാണ് അവർ എൽബോസൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഹാൻഡ്സും
കാലും ഫീറ്റും വെച്ചിട്ട് അവർ കളിക്കില്ല എന്ന്. ഞാൻ വെച്ചു കാല് മാത്രമേ യൂസ് ചെയ്യാത്തതെന്ന്. പക്ഷെ കൈയും അവർ ഉപയോഗിക്കില്ല. കൈ അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. എന്നാലും ഞാൻ പറഞ്ഞത് അവിടെ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. സ്റ്റെപ്പെല്ലാം ഇരുന്ന് കളി കാണാനുള്ളതെന്ന് തോന്നുന്നു. നോക്ക് കണ്ടോ, ഇതുപോലത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇരിക്കുവാണ്. ഇതേ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടാ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. കൈ വെച്ചും കാല് വെച്ചും, കൈയും ഇല്ല കാലും ഇല്ല, കൈയും കാലും ഇല്ലാതെ എങ്ങനെയാണ് കളിച്ചതെന്നുള്ളത്. ചെസ്റ്റ്, എൽബോസ്, knees. Show me how they played. No, you don't need to tell. You need just show. Yeah. Yeah. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവരെ പഠിപ്പിക്കുന്നതാണ്, മുടി വെട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ലഞ്ച് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. ചോറും ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ തോർത്തിയുണ്ട്, പിന്നെ സൽസയാന്ന് തോന്നുന്നു. അപ്പം നമ്മളത് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, അഡിയോസ്, ബൈ. Perla, bye. Oh, you. Perla want to go outside. Perla, bye. Bye, Perla. പെർലയ്ക്ക് പുറത്തിറങ്ങി ഓടി പോണം കേട്ടോ. അതിനാണ് ഈ ഓടി വന്ന്. ഞാൻ വിളിച്ചോണ്ടല്ല ഓടി വന്ന്, ഡോറ് തുറന്നുകൊണ്ടാണ് ഓടി വന്ന്. ഓക്കെ, അഡിയോസ്, ഗ്രാസിയാസ്, ബൈ ബൈ. ഓക്കെ. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങി ഞാനിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്നെ ചിക്കൻ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് വരുന്നുണ്ട്. ഞാൻ ചിക്കൻ ബസ് കയറിയിട്ടാണ് പോകുന്നത്. ഞാൻ ലിഫ്റ്റ് അടിക്കുന്നില്ല. ചിക്കൻ ബസ് കയറിയിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്താം. അപ്പോൾ ബൈക്കിൽ കയറിയേക്കാണ്. ബൈക്കിൽ തന്നെ ജസ്റ്റ് ബസ് നിർത്തുന്ന സ്ഥലത്ത് മെയിൻ ബസ്സെല്ലാം പോകുന്ന റൂട്ടിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതാ ചിക്കൻ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബസ്സിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു അഡ്വഞ്ചറാണ് കേട്ടോ. ഞാൻ എവിടെ നോക്കി, ഇതാ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നാ, ഞാനിതാ ഇപ്പുറത്തെ സീറ്റിലെത്തി. ഇവിടെ ഇങ്ങനെയാണ്, കാരണം റോഡ് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെത്തും. ഇവിടെ തോന്നിയ പോലെ എടുത്തിട്ട് പോകുന്നത് ഭയങ്കര ടാസ്ക് ആണ്, ഭയങ്കര പാടാ. ഈ സീറ്റാണെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നൊരു ബസ് സീറ്റും. ഇനി ഞാൻ ബസ്സിൽ കയറില്ല കേട്ടോ, മതിയായി. എനിക്ക് പറന്നാണ് പോകുന്നത്. ഞാൻ പെട്ടെന്ന് എത്താലോ എന്നൊക്കെ ഓർത്ത് തന്നെയാണ് കയറിയത്. പക്ഷെ ഇവിടുത്തെ ഹൈ റേഞ്ച് മറ്റ് ഭയങ്കര കർവാണ്. അതെല്ലാം അവർ വലിച്ചു വീശിയാണ് എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചാണ് പോകുന്നത്. സോ ഞാനിനി എന്തായാലും കയറാൻ ഉദ്ദേശിക്കില്ല. ലിഫ്റ്റ് അടിച്ച് തന്നെ പോകുന്നു. ലിഫ്റ്റ് അടിച്ച് പോകുന്നത് തന്നെ എളുപ്പം, പയ്യെത്തിയാലും കുഴപ്പമില്ല. ഈ ഒരു ഇതെന്ന് അങ്ങോട്ട് സാന്റാക്രൂസ് കീച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ബസ്സിൽ 35 കെറ്റ്സാലാണ് വരുന്നത്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്ന് എത്തും, പക്ഷേ എന്താ ചെയ്യുക, ഭയങ്കര പാടാണ്. ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് നല്ല ചൂടും ഉണ്ട്. ഇനി പോകുന്ന വഴി ആകെ 35 കിലോമീറ്റർ ഉള്ളൂ ഈ ബസ് എത്താൻ. പക്ഷേ 1.5 മണിക്കൂർ എടുക്കും. എക്സ്ട്രീം ആയിട്ടുള്ള ചുരമാണ്. ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ ചിക്കൻ ബസ്സിലെ വരവ് ഒരു യുദ്ധമായിരുന്നു. അവസാനം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, സാന്റാക്രൂസ് കീച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് അടിച്ച് പോകണം. ഇതിപ്പോൾ സെൻറ്ററിലാണ്. അപ്പോൾ നടന്നു പോയിട്ട് വേണം എനിക്ക് മെയിൻ റോഡിലേക്ക് എത്താനായിട്ട്. ഞാനിപ്പോൾ പോകുന്ന വീണ്ടും ഹൈലാൻഡ് ആയിട്ടുള്ള ഒരു ഡീപ്പ് വില്ലേജിലേക്കൊക്കെ കേട്ടോ. അവിടെ ഒന്നും ഒരു ടൂറിസ്റ്റുകളും എത്തിപ്പെടാത്ത സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വില്ലേജസ് ഒക്കെ കാണാൻ പറ്റും. മെയിൻ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നടന്ന് പോവാണ് കേട്ടോ ഇതുവഴി. അപ്പം ഞാനിവിടെ കണ്ടൊരു കാഴ്ചയാണേ. ഇതൊക്കെ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ശർക്കര പോലെ തോന്നുന്നുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇവിടെ ചോദിക്കാനും ആരെയും കാണുന്നില്ല. ഇങ്ങനെ ഒരു കട കാണാണ്ട്, നല്ല സ്മെല്ല്. കുമ്പളപ്പം ഇല്ലേ, നമ്മളെ നാട്ടിലെ കുമ്പളപ്പത്തിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് ശർക്കര ആയിരിക്കില്ലേ. കൊതിയാവുന്നു കുമ്പളപ്പൊക്കെ കഴിക്കാൻ. ഞാൻ തന്നെ ഓരോ പേര് പറഞ്ഞിട്ട് കൊതിപ്പിക്കുന്നു. എൻ്റെ അടുത്ത് ഈ ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പൊട്ടിച്ചോളാൻ പറഞ്ഞു. സൈഡിൽ നിന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് പൊട്ടിക്കാൻ കിട്ടണമല്ലോ. ഭയങ്കര ഹാർഡാ, പാറക്കല്ല് പോലെ ഇട്ടിരിക്കണ്. അത് പൊട്ടിച്ചിരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ഗ്രാസിയാസ്. എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ, അപ്പം അറിയാം എന്താണ് സാധനം എന്നുള്ളത്.
മണം ശർക്കരേന്റെ ഒരു മണം തന്നെയാണ്. കഴിച്ചോട്ടെ. കൽക്കണ്ടം പോലെ ഇരിക്കണു. ശർക്കരേന്റെ കളറും കൽക്കണ്ടത്തിന്റെ ടേസ്റ്റും. ശർക്കരയുടെ ടേസ്റ്റ് അല്ല, കൽക്കണ്ടത്തിന്റെ ടേസ്റ്റാ. കൊള്ളാം. ഇത് വെച്ച് അവരെന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെരി ഗുഡ്. muy bien. Muy bueno. Muy bueno, very good. Good, bueno. Very good, muy bueno. ഇവിടുത്തെ എല്ലാ ടൗണും ഭയങ്കര ചെറിയ റോഡാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രാഫിക് ആയിട്ട് കിടക്കും. അങ്ങ് ദൂരെ നേരെ എൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണുന്നത്. മാർക്കറ്റാ. എന്നിട്ട് ഹായ് പറയണം എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. ഇവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് വരാറില്ല. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെയാണ്. ടൂറിസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അവർക്ക് ഭയങ്കര പൈസ പറ്റിക്കാനും അങ്ങനെയുള്ളൊരു തോട്ടായിരിക്കും ഉണ്ടാവും. അതുണ്ടോ വരി വരിന്ന് നിൽക്കുകയാണ് ഫുള്ള് വണ്ടികൾ. ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരുടെ ഡ്രസ്സിങ്ങിൽ പിന്നെയും കുറച്ച് ഡിഫറൻസ് വന്നു കേട്ടോ. ദേ ഇവരുടെ ഡ്രസ്സ് കണ്ടോ, ഇങ്ങനെ മുകളിൽ കൂടുതൽ നെറ്റും ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സും അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഒരു എക്സ്ട്രാ കോട്ടിങ് ഒക്കെ ഇടും. തലയിലൊക്കെ ചുമ്മാ ബാലൻസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അവർ പിടിക്കുന്ന പോലുമില്ല. ഞാൻ ഡ്രസ്സിങ് ഓരോ ആൾക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ആണുങ്ങളുടെ എല്ലാം ഒരേപോലെയാണ് എല്ലാ സ്ഥലത്തും, പെണ്ണുങ്ങളുടെ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയും കണ്ടോ അവരുടെ ബാക്കിലൊക്കെ അവരിങ്ങനെ കൊച്ചിനെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും. ആഫ്രിക്കയിൽ കൂടുതൽ അങ്ങനെ കാണാം. അതുപോലെ ഇവിടെ അങ്ങനെ അവർ പുറകിൽ കൊച്ചുങ്ങളെ ഇടും. ഗ്രാമങ്ങളിൽ എപ്പോഴും സിമ്പിളായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിപ്പോൾ ഈവൻ ചെറിയ ചെറിയ ടൗണിലാണെങ്കിൽ പോലും നോക്കി ആൾക്കാരൊക്കെ അവിടെ നിലത്താണ് ഇരിക്കുന്നത് കണ്ടോ. ഇത് സിറ്റിയിൽ നമുക്കങ്ങനെ നിലത്തിരിക്കാൻ പറ്റില്ല. നിലത്തിരുന്ന് കഴിഞ്ഞാൽ ഹോംലെസ് പീപ്പിളായിരിക്കും. ഇവരെല്ലാവരും വീടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ നിലത്ത് പോയിട്ടിരിക്കില്ല. ഞാനിവിടെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നാണ് കേട്ടോ. അത്രയും ഫ്ലേവർ ഉണ്ട്. ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ആ വെള്ള കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വെള്ള കളർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താന്ന് ഒന്നുകൂടെ ചോദിച്ചോട്ടെ കേട്ടോ. അത് ഇളനീരാണ് കേട്ടോ. അത് ഒരെണ്ണം പറയാം. ഊനോ Líquido. യാ ഊനോ Líquido, no se puede chupar. ഓ അത് വെള്ളം പോലെ ഇരിക്കണേന്ന് തോന്നുന്നു. ലിക്വിഡ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് ആയിട്ടുള്ളതുള്ളൂ. അപ്പൊ പിന്നെ ഇത് ഓക്കെ. സപ്പോട്ട. Zapote. യാ സപ്പോട്ടെ. സപ്പോട്ടയ്ക്ക് സപ്പോട്ടാന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ വേറെയും കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാണോ സപ്പോട്ടയാണോ ഇതാണോ നല്ലത് ചോദിച്ചപ്പോൾ ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. നല്ലതായാൽ മതിയായിരുന്നു. ഇത് പീച്ച് എന്തോ ആണ്. ഞാനിപ്പോൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ വീണ്ടും കുടുങ്ങിയ. അവരിങ്ങനെ ചെരിച്ചിട്ട് എനിക്ക് എടുത്തന്ന് വീഴുന്നില്ല. ട്രൈ. യാ ഐസാണ്. ഐസ്ക്രീം അല്ല. കുഴപ്പമില്ല. സപ്പോർട്ടായിരുന്നു തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ അവിടുന്ന് നടന്ന് വന്നിട്ട് ഇവിടെ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് 6:30 ആയിട്ടോ. 6:30ക്ക് ഞാൻ നിൽക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 8:15 വണ്ടി ഒന്നും നിർത്തിയില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിക്കുന്ന നിർത്തിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ അല്ലെ എവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. യൂഷ്വലി ഞാൻ പെട്രോൾ പമ്പിൽ ഇതുവരെ ഞാൻ ടെൻ്റ് അടിച്ചിട്ടില്ല. കാരണം ഭയങ്കര നോയ്സ് ആയിരിക്കും, ഭയങ്കര സൗണ്ട്, ബുദ്ധിമുട്ടായിരിക്കും ഉറങ്ങാൻ. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ടെൻ്റ് അടിച്ചിട്ടില്ല. എന്നാലും ഇനിയിപ്പോൾ വേറെ വില്ലേജൊന്നും ഇവിടെ കാണുന്നില്ല. ആകെ 2-3 പെട്രോൾ പമ്പാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കാം. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ എന്നെ സേഫായിട്ട് ടെൻ്റ് അടിക്കാനുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടായിക്കോളും. അല്ലെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലം അവർ താമസിക്കാൻ വേണ്ടി റെഡിയാക്കും. പേടിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. സോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8:15 ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും അവർ വരട്ടെ. 8 മണി മുതൽ 8:30 വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തട്ടോ പോലീസുകാർ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ആൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് വന്നില്ല. സോ ഞാൻ പയ്യെ ഇവിടെ അങ്ങോട്ട് നടന്നു പോട്ടെ. റോഡിൽ വില്ലേജസ് എന്തായാലും ഒരു 3 കിലോമീറ്റേഴ്സിനുള്ളിലെങ്കിലും എന്തായാലും കാണണ്ടേ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഞാൻ ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണുള്ളത്. തണുപ്പായതുകൊണ്ട് രാത്രി ഇപ്പോൾ ടെൻ്റ് അടിച്ചാലും നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാം. സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഈസിയാണ്. ചൂടാണെങ്കിൽ ബുദ്ധിമുട്ടായനെ കിടന്നുറങ്ങാൻ. കുറേ നേരത്തിന് ശേഷം എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. 6:30 മുതൽ നിന്നിട്ട് 8:45 ആയപ്പോഴാണ് എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയത് കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഇറക്കം, പിന്നെ തിരിവ്, പിന്നെ കയറ്റം. അതുകൊണ്ട് നിർത്താനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടാണ്ടിരുന്നത്. പിന്നെ രാത്രി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണെന്ന് എല്ലാവരും
വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് നബാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി സമയം 1 മണിയായിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയ ആൾ പോലീസായിരുന്നു. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നെ പെട്രോൾ ഇല്ല ആളുടെ കയ്യിൽ. അപ്പോൾ ആളിവിടെ ഹോട്ടലെടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നെ പോലീസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാനിത് അവിടെ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, പോലീസ് വണ്ടിയെല്ലാം കാണാം. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയാണ് എഴുതുക, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും എഴുതൂല. അപ്പോൾ ഞാനിന്ന് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോകണതേ ഈ ഒരു സ്പേസിൽ ഫുൾ വിത്ത് സെക്യൂരിറ്റി, പോലീസിൻ്റെ സെക്യൂരിറ്റിയോട് കൂടി ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് സ്ഥലം തരാം ടെൻ്റ് അടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. യൂഷ്വലി ഞാൻ എൻ്റെ GoProയിലാണ് ഞാൻ ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ഞാനിവിടെ ആദ്യം പോയി ടെൻ്റ് അടിക്കട്ടെ. നല്ല തണുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻ്റ് അടിക്കട്ടെ. എൻ്റെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടെൻ്റ് വാങ്ങിയ പിന്നെ ഈ ഒരു ലാസ്റ്റത്തെ ലെയർ ഇടുന്ന ആദ്യമായിട്ടാണ്. ഇത്ര ദിവസം ചൂടിലല്ലായിരുന്നോ, ഇന്ന് തണുപ്പിലായതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഒരു 12 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ ലെയറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ ടെൻറ്റ് ഫുൾ അടിച്ചാലുള്ള ലുക്ക്. സാധാരണ ഞാൻ നെറ്റ് പോലുള്ള ആ ട്രാൻസ്പെറൻറ്റ് മാത്രം ഇടാറ്. എൻ്റെ ഉണ്ടായിരുന്ന ഇത് കഴിക്കുവാണ് കേട്ടോ. ഞാൻ വേറെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. സോ ഞാൻ ബ്ലൂബെറി കഴിക്കുവാണ്. വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ഫാം ഫ്രഷ് ആയിരിക്കും. സോ ഞാൻ എന്താ കിടന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ടയർഡാണ്. രാവിലെ വെളുപ്പിന് തന്നെ എണീക്കേണ്ടി വരും, അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കറിയില്ല, കുറച്ച് നേരമെങ്കിലും ഉറങ്ങണം, ഒരു 2-3 മണിക്കൂറെങ്കിലും ഉറങ്ങണം, എന്നാലാണ് എണീക്കാൻ പറ്റുള്ളൂ. നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ബ്ലൂബെറി കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ എന്താ അവിടെ നിന്ന് കിടന്നുറങ്ങാം. ഫുൾ സേഫ്റ്റിയാണ് എനിക്ക്, ഒന്നും സംഭവിക്കില്ല. മൊത്തം പോലീസുകാരല്ലേ എൻ്റെ സേഫ്റ്റിക്ക്. പക്ഷെ നല്ല ടയർഡാട്ടോ, മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.